മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ നേരെ കല്ലേറ്. മുദ്രാവാക്യം വിളിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് ഓഫീസിന് നേരെ കല്ലെറിഞ്ഞത്. വിവരങ്ങളുമായി M സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. അതോടൊപ്പം തന്നെ ഓഫീസിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ജാഥ ഇവിടെ നടന്നിരുന്നു. ആ ജാഥ കടന്നുപോകുന്ന വഴിയിലുണ്ടായിരുന്ന CPM ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ല്, അതോടൊപ്പം തന്നെ വടി, അവരുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പി തുടങ്ങിയവ ഉപയോഗിച്ച് ഓഫീസിന് നേരെ വലിച്ചെറിയുകയായിരുന്നു. വൻ സംഘർഷാവസ്ഥയാണ് സ്ഥലത്ത് ഉണ്ടായത്. CPIM പ്രവർത്തകർ വളരെ സംയമനം പാലിച്ച് തന്നെയാണ് നിലയുറപ്പിച്ചിരുന്നത്. ഓഫീസിന് മുന്നിൽ വളരെ ചുരുങ്ങിയ CPM പ്രവർത്തകർ, 10-ൽ താഴെ CPM പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ 100 കണക്കിന് പ്രവർത്തകരാണ് ഈ പ്രകടനം നയിച്ച് മുന്നോട്ട് പോവുകയും CPIM ഓഫീസിന് നേരെ തിരിയുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിലാണ് വലിയ സംഘർഷത്തിലേക്ക് പിന്നീട് കാര്യങ്ങൾ നീങ്ങിയത്. K. സുധാകരനായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിരുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനത്തിന് മുൻപാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഏകപക്ഷീയമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഈ മലപ്പട്ടം പ്രദേശത്തോ ഈ പ്രദേശത്തോ ഉള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നില്ല. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങളിൽ എത്തിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത്. CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ, ഈ കല്ലേറിൽ CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ജനൽ ചില്ലുകളെല്ലാം തന്നെ തകർന്നിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ വലിയ പോലീസ് സന്നാഹം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു ചെറിയൊരു പ്രശ്നം, നേരിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് ഈ മലപ്പട്ടം പ്രദേശത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ 100 കണക്കിന് പ്രവർത്തകർ സംഘടിച്ച് എത്തുകയും ഈ പ്രതിഷേധ പ്രകടനം നടത്തുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ CPIMന്റെ ഓഫീസിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം തന്നെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു. അവർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി വാഹനങ്ങളിലാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പട്ടത്തേക്ക് എത്തിയത്. മലപ്പട്ടം എന്ന് പറയുന്നത് CPIMന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ പ്രദേശമാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളോ മറ്റോ ഉള്ള ഒരു പ്രദേശമായിരുന്നില്ല. CPIMന്റെ പ്രവർത്തകർ ഇവിടെ സംഘടിച്ചിട്ടുമുണ്ടായിരുന്നില്ല. പക്ഷേ CPIM ഓഫീസിന് മുന്നിൽ 10ഓളം പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് നേരെയാണ് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഓഫീസ് ആക്രമിക്കുന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ അതിക്രമം മാറുകയായിരുന്നു. നേതാക്കന്മാർ അത് തടഞ്ഞു നിർത്താൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശ്രമിച്ചില്ല. വിധേയമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? അതായത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും പോലീസിനെതിരെയൊക്കെ വളരെ വലിയ രീതിയിൽ അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. യൂത്ത് കോൺഗ്രസുകാർ പ്രവർത്തകർ പ്രകടനം നടത്തിയ തീർച്ചയായും ബോധപൂർവമായി ഒരു സംഘർഷത്തിനുള്ള ശ്രമം തന്നെയാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ പ്രകോപന മുദ്രാവാക്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇവരുടെ കയ്യിൽ കരുതിയിരുന്ന വടിയും മറ്റ് കല്ല് തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾ, ഇതെല്ലാം തന്നെയും ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇങ്ങോട്ട് വന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആ രീതിയിലുള്ള സംഘർഷമാണ് ഇവിടെ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. വലിയ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. 100 കണക്കിന് പോലീസുകാരും ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഒരു ഭാഗത്തായി സംഘടിച്ച് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം, ഈ ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണം അറിഞ്ഞതിന് ശേഷം CPIM പ്രവർത്തകരും പല സ്ഥലങ്ങളിൽ നിന്നായി വന്നിട്ടുണ്ട്. ഏതായാലും ഒരു സംഘർഷത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ CPIMന്റെ നേതാക്കന്മാരെത്തി അവരുടെ പ്രവർത്തകരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ബോധപൂർവമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാർ ശ്രമിച്ചതാണ് എന്നുള്ള കാര്യം തീർച്ചയായും ഇവിടെ കൂടിയിട്ടുള്ളവർക്കെല്ലാം തന്നെ വ്യക്തമായ ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണം, CPIMന്റെ കുഞ്ഞിക്കണ്ണൻ സ്മാരക മന്ദിരത്തിന് നേരെയാണ് ഏകപക്ഷീയമായ യൂത്ത് കോൺഗ്രസിന്റെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഓഫീസിന് കാര്യമായ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. സന്തോഷ്, അതായത് ഈ പ്രകോപനകരമായ മുദ്രാവാക്യം ഉയർത്തുന്നു, ഒപ്പം തന്നെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തുന്നു. ഒരുപക്ഷെ ധീരജിനെ കുത്തിയ കത്തി കയ്യിലുണ്ട് എന്ന തരത്തിലൊക്കെയാണ് അവർ പറയുന്നത്. അതും ഈ ജാഥയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം ഒരു MLA ആണ്. ഇത്തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസിനെ ഒരു വഴിക്ക് നടത്തേണ്ട ഒരു പ്രതിനിധി കൂടിയാണ്.
ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഒരു രീതിയിൽ പോകുന്നത്. ഒരുപക്ഷെ പോലീസിനെ പോലും ഇതാ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെ സംസാരവും അതുപോലെ ഈ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയൊക്കെ അതിക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷ്, തീർച്ചയായും വളരെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു ഈ പ്രകടനം ജാഥ ആരംഭിച്ചത്. അത്തരത്തിലുള്ള പ്രകോപന മുദ്രാവാക്യങ്ങൾ, വെല്ലുവിളി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു ഈ പ്രകടനം തന്നെ ആരംഭിച്ചത്. ഈ പ്രകടനത്തിലാണ് ധീരജിനെ കുത്തിയ കത്തി കൈവശമുണ്ട്, അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ, കൊലവിളി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള പ്രകടനമാണ് നടന്നത്. ആ പ്രകടനം ഈ മലപ്പട്ടം സെന്ററിലായിരുന്നു അതിൻ്റെ സമാപന സമ്മേളനം നടക്കേണ്ടിയിരുന്നത്. ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കെ സുധാകരനാണ്. ആ സമാപന സമ്മേളനത്തിന് മുമ്പായാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വർഷം എങ്ങനെയാണ് നിലവിലെ സ്ഥിതി? അതായത് ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണോ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്? കാരണം ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാം വളരെ സംഘർഷഭരിതമാണ് സാഹചര്യം. പോലീസിനെതിരെയൊക്കെ വളരെ വലിയ രീതിയിൽ അതിക്രമം അഴിച്ചു വിടുന്നുണ്ട്. തീർച്ചയായും നമുക്ക് പിന്നിൽ കാണുന്നത് പോലെ ഒരു ഭാഗത്ത് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ പോലീസ് നിൽക്കുന്നതിന് മുൻഭാഗത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും വലിയ രീതിയിൽ തമ്പടിക്കുകയും പോലീസിന് നേരെ ഉൾപ്പെടെ അതിക്രമം നടത്തുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ഭാഗത്ത് CPIMൻ്റെ ഒരൊറ്റ പ്രവർത്തകർ പോലുമില്ല. അവർ CPIMൻ്റെ ഓഫീസിൻ്റെ ഭാഗത്ത്, ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഭാഗത്തേക്കാണുള്ളത്. വീണ്ടും ഈ CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഭാഗത്തേക്ക് മുദ്രാവാക്യം വിളികളുമായി പ്രകോപനവുമായി നീങ്ങാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പോലീസുകാർ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഈ പോലീസുകാരെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരേക്ക് തന്നെ വീണ്ടും തിരിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. സംഘർഷാവസ്ഥ ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. ഏതായാലും വളരെ പ്രകോപനപരമായിട്ടുള്ള ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായുമുണ്ട് മുദ്രാവാക്യം വിളികളുണ്ട്. ധീരജിനെ കുത്തിയ കത്തി ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ഈ പ്രകടനം ഇവിടേക്ക് എത്തുകയും ചെയ്തത്. അത്തരത്തിൽ ഈ പ്രകടനം CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിലെത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രകോപനവുമില്ലാതെ CPIMൻ്റെ ഓഫീസിന് നേരെ ഈ പ്രകടനം തിരിയുകയും ചെയ്യുകയായിരുന്നു. ആ രീതിയിലാണ്. അതിന് പിന്നാലെയാണ് CPIM ഓഫീസിന് നേരെ കല്ലേറും ഉൾപ്പെടെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. വർഷം സന്തോഷ്, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന ജാഥയുടെ മറവിലായിരുന്നു ഈ സംഘർഷം. അപ്പോൾ ഇങ്ങനെ ഒരു അതിക്രമം നടത്തണം എന്നുള്ള ഒരു പ്ലാനിങ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു, അങ്ങനെ വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും അത്തരത്തിൽ ബോധപൂർവമായ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ വേണം കരുതാൻ. കാരണം മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രകോപനങ്ങളോ ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് CPIMൻ്റെ ശക്തി കേന്ദ്രമായ ഒരു ഓഫീസിന് നേരെ പുറമെ നിന്നും സംഘടിച്ചെത്തിയ ആളുകൾ ഓഫീസിന് നേരെ ആക്രമണം നടത്തുകയാണ് ഉണ്ടായത്. അത് തന്നെ ബോധപൂർവമായ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ഇതിന് പിന്നിൽ എന്നുള്ളത് വ്യക്തമാകുന്ന കാര്യമാണ്. ഇവിടെ കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലമല്ല. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നാണ്, കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നാണ് ബസ്സുകളിലും വാനുകളിലും മറ്റ് വാഹനങ്ങളിലുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നത്. അതായത് സന്തോഷ്, നമുക്കറിയാം ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ സാധാരണ നടത്തൽ പതിവാണ്. നമുക്കറിയാം കഴിഞ്ഞ ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള അതായത് ഞങ്ങളെ തൊട്ടാൽ തൊട്ടവനെ തട്ടുമെന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു റാലി നടക്കുന്നു, ഒരു പ്രകടനം നടത്തുന്നു, അതിനുശേഷം ഇത്തരത്തിൽ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്നു. ഇതൊക്കെ അതായത് ഇതിന് വളം വെക്കുന്നത് പോലും നേതാക്കളായി മാറുന്നു. ആരോപിക്കുന്ന സംഭവം തന്നെ നടന്നിട്ടുള്ളത് കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഇവർ പറയുന്നത്. ആ സംഭവത്തിന്റെ പേരിൽ മലപ്പട്ടത്ത് വന്ന് മലപ്പട്ട CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കല്ലെറിയേണ്ടുന്ന എന്ത് വിഷയം ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ മാധ്യമപ്രവർത്തകർ മുഴുവൻ ഈ ജാഥ ആരംഭിക്കുന്നതിൽ ഇവരോട് കൂടിയില്ലേ? നിങ്ങൾ മുഴുവൻ ഈ സംഭവം കണ്ടിട്ടുള്ളതല്ലേ? ഒരു CPIMന്റെ ശക്തി കേന്ദ്രത്തിൽ വന്നിട്ട് പുറത്തു നിന്ന് കുറേ ആളുകളെയും കൂട്ടി CPIMനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന വ്യാമോഹത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനെ ശക്തമായിട്ട് നേരിടും ഞങ്ങൾ. CPIMനെ തകർക്കാനൊന്നും മലപ്പട്ടത്ത് ഒരു കോൺഗ്രസിനെ വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയതും അക്രമം ഉണ്ടാക്കിയതും മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ക്രിമിനലുകളാണ്. അവരെയാണ് നിലക്ക് നിർത്തേണ്ടുന്നത്. പോലീസിൻ്റെ കൺമുന്നിൽ വെച്ച ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ശക്തമായിട്ടുള്ള നിലപാടും കേസുകളും കാര്യങ്ങളും എല്ലാം കൈക്കൊള്ളേണ്ടുന്നത് അവർക്കെതിരെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും കാണാം ഞങ്ങൾ ഓഫീസ് കല്ലെറിഞ്ഞുള്ള കാര്യം. മുഴുവൻ ചാനലുകൾക്കും കാണാമല്ലോ ഇവിടെ നേരിട്ടിട്ട്.
അല്ല, അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചു. നിങ്ങളെല്ലാം സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങളാകെ നടന്നിട്ടുള്ളത്. അതെ, അത് തന്നെ അഴിച്ചുവിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ചൂളിയാട് എന്നാണ് ഈ ജാഥ ആരംഭിക്കുന്നത്, മലപ്പട്ടത്താണ് ഈ ജാഥ സമാപിക്കുന്നത്. ചൂളിയാട് എന്ന് ഈ ജാഥ ആരംഭിച്ച് മലപ്പട്ടത്ത് നിന്ന് ഒരു പ്രകോപനമില്ലല്ലോ. മലപ്പട്ട ലോക്കൽ കമ്മിറ്റി ഓഫീസ് കാണുമ്പോഴെങ്ങനെ കല്ലെറിയാൻ വേണ്ടി തോന്നുന്ന യൂത്ത് കോൺഗ്രസിന്? ഏകപക്ഷീയമായിട്ടുള്ള കല്ലെറിയല്ലേ നടന്നിട്ടുള്ളത്. അങ്ങനെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കല്ലെറിഞ്ഞു എന്ന് കേട്ടപ്പോഴാണ് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത്. ഈ കാണുന്ന ആളുകൾ, ഞങ്ങളുമെല്ലാം വന്നിട്ടുള്ളത് അങ്ങനെയാണ്. ഞങ്ങൾ ഈ പ്രദേശത്തൊന്നും ഉണ്ടായിട്ടില്ല. പാർട്ടി ഏരിയ സെക്രട്ടറി ഞാനും എല്ലാം വരുന്നത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് യൂത്ത് കോൺഗ്രസ്സുകാർ കല്ലെറിയുന്നു എന്ന് കേട്ടപ്പോഴാണ്. അപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ് ഓഫീസിന് നേരെ ഉണ്ടായിട്ടുള്ളത്. ഇത് മലപ്പട്ടത്ത് CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് എന്തെങ്കിലും തിരിച്ചടിയുണ്ട് എങ്കിൽ കേരളത്തിലാകെ ഇതാ CPM അക്രമം തുടങ്ങിയിരിക്കുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. ഗാന്ധി സ്തൂപം മലപ്പട്ടത്തൊന്നും തകർത്തിട്ടില്ല. CPM-ന് അതിലൊരു പങ്കുമില്ല. ഗാന്ധി സ്തൂപം ഇവർ തകർത്തു എന്ന് പറയുന്നത് തന്നെ മലപ്പട്ടത്തല്ലല്ലോ. എന്തിനാ മലപ്പട്ടത്ത് അതിന് വേണ്ടിയിട്ട് സമാധാന സന്ദേശയാത്രയും പ്രതിഷേധവും CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുമ്പ് കൊണ്ടുവെക്കുന്നത്? നിങ്ങൾ അവരോടല്ലേ ചോദിക്കേണ്ടുന്നത്? ഇവിടെ ഏത് ഗാന്ധി സ്തൂപം തകർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദിക്കും, മലപ്പട്ടത്ത് ഏത് ഗാന്ധി സ്തൂപമാണ് തകർത്തിട്ടുള്ളത്? ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ആ സംഭവത്തിനകത്ത്. പക്ഷേ പോലീസ് ഞങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ പരാതി പ്രകാരം പോലീസ് ഞങ്ങളുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്തിനാ ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒരു സമാധാന സന്ധ്യായാത്ര ഈ പ്രദേശത്ത് വെക്കുന്നത്? അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. CPM-ന്റെ ശക്തി കേന്ദ്രത്തിനകത്ത് വന്ന് കുഴപ്പമുണ്ടാക്കുക, CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ വന്നിട്ട് ഓഫീസ് തകർക്കുമ്പോൾ ചിലപ്പോൾ ജനങ്ങൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് കേരളത്തിൽ ആ കലാപുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് ഈ സമാധാന സന്ദേശയാത്രയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് എന്നുള്ളത് ആർക്കാ മനസ്സിലാവാത്ത? ഒരു നിമിഷം CPM ജില്ലാ സെക്രട്ടറി അംഗം PV ഗോപിനാഥും ഒപ്പം ശ്രീനാപുരം ഏരിയ സെക്രട്ടറിയും നമുക്കൊപ്പമുണ്ട്. ശ്രീ PV ഗോപിനാഥ്, ആക്ഷേപമാണ്, ആരോപണമാണ്. സന്തോഷ് തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സന്തോഷ്, ഈ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ മനഃപൂർവ്വമുള്ള ഒരു ശ്രമമാണ് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു ആക്രമണം നടത്തുക, അതിനുശേഷം CPM അക്രമം അഴിച്ചുവിട്ടു എന്നുള്ള രീതിയിൽ ഒരു വ്യാജ പ്രചാരണം നടത്തുക. ആ നിലയിലല്ലേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഈ അതിക്രമങ്ങളുടെ ചില ലക്ഷ്യം? തീർച്ചയായും അതുതന്നെയാണ്. CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥും അതോടൊപ്പം തന്നെ ഏരിയ സെക്രട്ടറി MC രാഘവനുമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അതായത് CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് CPIM ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കാരണം മലപ്പട്ടം സെന്റർ എന്ന് പറയുന്നത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു പ്രദേശമല്ല. പക്ഷേ ഈ ഓഫീസിന് നേരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിയുകയും ഓഫീസിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ഓഫീസിന്റെ ചില്ലുൾപ്പെടെ തകർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആക്രമണം നടത്തുകയായിരുന്നു. ആ ആക്രമണത്തിന് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞതിന് ശേഷമാണ് PV ഗോപിനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയത്. അതിനുശേഷമാണ് CPIM-ന്റെ പ്രവർത്തകരും എത്തിയത്. ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് 10ഓളം CPIM പ്രവർത്തകർ മലപ്പട്ടത്തുള്ള ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകൾ മാത്രമാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിരുന്നത്. ഈ ചൂളിയാടെന്ന് പറയുന്ന പ്രദേശം, അവിടെ മുതൽക്ക് ഈ മലപ്പട്ടം സെന്റർ വരെയും CPIM-ന്റെ ശക്തി കേന്ദ്രം തന്നെയാണ്. ഈ 5 കിലോമീറ്റർ ദൂരത്തോളം യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം കടന്നു വന്നിട്ടും യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഓഫീസ് ആ പ്രകടനം നേരെ ഓഫീസിന് മുന്നിലേക്ക് എത്തുകയും ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഈ കാണുന്ന CPM പ്രവർത്തകരെല്ലാം ഈ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും വളരെ ഈ സംഘർഷമുണ്ടാക്കി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി അത് CPIM-നെതിരെ തിരിച്ചുവിടുക എന്നുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. CPM നേതാക്കൾ ആ കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. വർഷ, തീർച്ചയായും സന്തോഷം. എന്തായാലും അത് തന്നെയാണ് ഇപ്പോഴിതാ CPM-ന്റെ പ്രതിനിധിയൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുക എന്നുള്ളത്. കാരണം വർഷ, ഈ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ വളപട്ടണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പ്രശ്നബാധിത സ്ഥലമൊന്നുമല്ല. മാത്രമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ വളക്കൂറുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി CPM-ന് മേലെ കരിവാരിത്തേക്കുക, അത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു ലക്ഷ്യം എന്നുള്ളത്. ആ ഒരു അജണ്ട തന്നെയാണ് ഇപ്പോൾ ഇതാ ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായ ഈ കല്ലേറ്. മനഃപൂർവ്വം ഒരു പ്രകോപനം സൃഷ്ടിക്കുക, എന്നിട്ട് പേര് മുഴുവൻ CPIM-ന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു പ്രചാരണം നടത്തുക.
ആ രീതിയിലേക്കാണ് ഇവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.